ഇന്ന് എണീക്കാൻ കുറച്ച് വൈകിപ്പോയി. ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പം പോവാനായി. 12 മണിയാകുമ്പോൾ പോകണം. പറമ്പിലോട്ട് പോയിട്ടുണ്ട്. വരുമ്പൊക്കെ ആവണ്ടേ, ഇതൊരു രസാക്കാൻ വേണ്ടി. എളുപ്പാവല്ല. ഇന്നങ്ങനെ നല്ല പാളയാണ്. നല്ലൊരു പാള ഇതേ. മീൻ മുറിച്ച് മാറ്റം അടിയിൽ വെക്കാൻ കേട്ടോ. പ്രാവശ്യം അടക്കേയില്ല. വളകൂട്ടിട്ടല്ല, പിന്നെ അടക്കുണ്ടാവില്ല. കറി ആക്കത്തൂത്രേ നീ ചോറാൻ വേഗം എടുത്തു കൊടുത്ത്. ഇപ്പൊ പോവാനോ വൈകിട്ടേ കറിവെക്കാൻ ഞാനൊന്നും ആക്കിട്ടാ. മീൻ ഇന്നലെ കൊണ്ടുവന്നിട്ടില്ല. ഒരു രസാക്കി തരാട്ടോ വേഗം. എന്താ മീൻ ഉണ്ടെങ്കിലേ കറിയാക്കി കൂടും. ഇവിടെ കടലും ചെറുപഴലും ഉണ്ടല്ലോ അവിടെ കണ്ടില്ലേ, അതെല്ലാം എടുത്തിട്ട് ആക്കിക്കൂടെ? അതൊന്നും ആക്കാൻ എനിക്കിപ്പോ സമയമില്ല. വൈകുന്നേരത്തേക്ക് ആക്കട്ടാ. നിങ്ങൾക്കിപ്പൊ പോവാൻ സമയമില്ലേ? നീ എന്നങ്ങ് ആക്ക്, പെട്ടെന്ന് ആക്കി തന്നാ മതി. നീ രസം രസം. എന്നാ പിന്നെ ഞാൻ വേഗം ആക്കട്ടെ. എന്തല്ല അത് ചേർക്കലി? കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, കുറച്ച് പറഞ്ഞാല് 1 സ്പൂണ് കുരുമുളക്, 1/2 സ്പൂണ് ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതെന്തിനാണ് ചതക്കണം? ചതക്കണം പറഞ്ഞ ഒന്ന് അടിച്ചു കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളകില്ല അതിന്റെ വേഗത സാറില്ല. അപ്പൊ ലതയുടെ രസത്തിന്റെ പരിപാടി നോക്കുന്നുണ്ട്. ചേരയാ പാമ്പാ? അതായാലും അതിന്റെ പാട്ടിന് പോയിക്കോട്ടെ. ചേര എന്റെ ഫ്രണ്ടാ. ചേര നല്ലതല്ലേ? ചേര നമ്മളാരും ഉപദ്രവിക്കാതെ പാമ്പല്ലേ. എന്താ അടുപ്പിൽ അങ്ങനെ തീ പറ്റിയിട്ടുണ്ട്. എന്താ ചട്ടി വെച്ചിട്ടുണ്ട്. കാറ്റടിക്കുന്നുണ്ടല്ലേ? നല്ല കാറ്റുണ്ടേ. ചട്ടി നല്ലോണം ചൂടായിനെ. ചട്ടി പൊട്ടാനായി. വെളിച്ചെണ്ണ ചൂടാവണം. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടുന്നില്ലല്ലോ. ചട്ടി ചേട്ടിട്ട് നല്ലോണം ചൂടായി നേരത്തെ. പാളി കത്തും അല്ലേ? തീപ്പറ്റണോ? തീ അധികം പറ്റിക്കഴിഞ്ഞാൽ രസത്തിന് ഇതുണ്ടാവില്ലോ. അപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. അത് പൊട്ടുന്ന ഒച്ച കെട്ടിട്ടേ ഇനി ഒന്നാണ്. അപ്പൊ നമ്മുടെ ചതച്ചത് ഈന്ന് പറഞ്ഞാല് ഫ്രഷ് ചെയ്തതാ. അത് ഇട്ട് കൊടുക്കണ്ടേ. നമുക്കത് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. നാടൻ അല്ലേ? നാടൻസ്. നമ്മുടെ നാടൻസ്. ഇനി അടുത്തത് തക്കാളിയാ. കായപ്പൊടി കുറച്ച് നേരത്തെ ഇട്ടിനെ. അത് എടുക്കാൻ പറ്റിയില്ല വീഡിയോയിൽ. ഇനി പുളിവെള്ളം. വാളംപുളി വെള്ളമാണ്. അതൊക്കെ ഭയങ്കര തിരക്കാ നല്ല കാര്യത്തിൽ. പോവാനായി. എന്നാലോ ആക്കുന്നത് നേരം ആക്കണ്ടേ. കുറച്ചുകൂടെ വെള്ളം. ഉപ്പിട്ടിട്ടേ. ഉപ്പല്ലേ? ഉപ്പില്ല പിന്നെ അധികം കൂട്ടല്ലേ? നമുക്ക് സാധാരണ അധികം ആവല്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ രസം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇടുന്നുണ്ട്.
രസം കൊടുക്കുന്നതാണോ അല്ലേ മല്ലിച്ചപ്പ്? അല്ല മല്ലിച്ചപ്പ്. അതെ, രസം കൊടുക്കുന്ന മല്ലിച്ചപ്പ് ആയില്ലേ? എന്നാ പിന്നെ പൊടി വാര. മതി മതി മതി. ഹലോ, എന്നാ ചോറ് കഴിക്കാൻ. അപ്പൊ നമ്മളെ ചോറ് കഴിക്കല് 12 മണിക്കാണ്. ഇന്ന് ഡ്യൂട്ടിക്ക് പോകാനിരിക്കുകയാണ്. ഈവനിങ് ഡ്യൂട്ടി തന്നെ. അപ്പൊ നമ്മുടെ കറി കൂടുതൽ കറിയൊന്നുമില്ല. ഇതാ നമ്മളെ രസം തന്നെ ഇന്നത്തെ നമ്മളെ കറി. രസം. അപ്പൊ ഇത് നമ്മുടെ ചോറിലേക്ക് കുറച്ച് കോരി വയ്ക്കേ. മതി. വേറെ നമ്മുടെ നെല്ലിക്ക അച്ചാറുണ്ട്, പപ്പടവും. ഓക്കെ, ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പൊ നമ്മുടെ രസം എന്തുണ്ട് നോക്കട്ടെ. രസമായനിയോ നല്ലോണം കൂടെ കുഴക്കാം. രസമായിരുന്നു കേട്ടോ, പപ്പടം വെച്ചിട്ട്. നല്ല രസമാണ്. നെല്ലിക്കച്ച കുറച്ചും കഴിക്കാം. രസം കുറേ ആയി കൂട്ടാതെ കൂട്ടാം. നമ്മ അങ്ങനെ അധികം ആക്കാനൊന്നുമില്ല. ടേസ്റ്റാണ് രസം. രസം വെറുതെ അല്ല പേര് വരുന്നത് അല്ലേ. രസമായതുകൊണ്ടാണ്. ആ കുരുമുളകിൻ്റെയും കായത്തിൻ്റെയും മല്ലിച്ചപ്പിൻ്റെയും ചോയ. മല്ലിച്ചപ്പെന്ന് ചില ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടില്ല, എനിക്ക് ഇഷ്ടമാണ്. സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ വാരി തിന്നുന്നത്. എന്നാ പിന്നെ ഞാൻ കഴിക്കട്ടെ. കഴിച്ചായി. ഓക്കെ.